മുൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച വിവാദത്തിൽ അന്വേഷണമുണ്ടാകും. 18 വയസ്സ് തികയുന്നതിന് മുന്നേ ലൈസൻസ് ലഭിച്ചു എന്നാണ് ആക്ഷേപം. ലൈസൻസിലെ പേരിനൊപ്പമുള്ള MLA പ്രയോഗവും നീക്കം ചെയ്യും. കെ.ബി. ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ജനന തീയതി 1966 മെയ് 25 അദ്ദേഹത്തിന് ലൈസൻസ് ലഭിച്ചത് 1984 ഫെബ്രുവരി 13. അതായത് ലൈസൻസ് ലഭിക്കുമ്പോൾ പ്രായം 17 വയസ്സും 8 മാസവും. ഇതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. 18 വയസ്സ് തികയാതെ എങ്ങനെ ലൈസൻസ് ലഭിച്ചു? ഏറ്റവും ഒടുവിലായി 2024 നവംബർ 4 ലൈസൻസ് പുതുക്കിയപ്പോഴും ഈ പൊരുത്തക്കേട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ആക്ഷേപം ഉയർന്നതോടെയാണ് നടപടിയിലേക്ക് നീങ്ങാൻ MVD ഒരുങ്ങിയത്. തിരുവനന്തപുരം RTOയ്ക്ക് അന്വേഷണ ചുമതല കൈമാറുമെന്നാണ് വിവരം. ക്രമക്കേട് കണ്ടെത്തിയാൽ മുൻ ഗതാഗത മന്ത്രി കൂടിയായിരുന്ന ഗണേഷ് കുമാറിന്റെ ലൈസൻസ് റദ്ദാവും. അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കുന്ന തിരിച്ചറിയൽ രേഖയിലെ പേരാണ് ഡ്രൈവിംഗ് ലൈസൻസിലും ഉൾപ്പെടുത്തേണ്ടത്. 2019 ലൈസൻസ് പുതുക്കിയപ്പോൾ ഗണേഷ് കുമാർ എന്ന പേരിനൊപ്പം MLA എന്ന പ്രയോഗവും ലൈസൻസിൽ ഉൾപ്പെടുത്തി. ഇതും വീഴ്ചയാണ്. MLA പ്രയോഗം നീക്കം ചെയ്യാനുള്ള നടപടികളും മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.